ഇന്ന് 2024 മെയ് 18 ശനിയാഴ്ച. കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റാണ്. ഞാൻ പി ടി നാസർ. ഇന്ന് എല്ലാ പത്രങ്ങൾക്കും ഒരേപോലെ പ്രധാനമായി തോന്നിയ ഒരൊറ്റ വാർത്ത ഇല്ല എന്ന് പറയാം. പത്രങ്ങളിൽ പലതിനും പലതാണ് ലീഡ് വാർത്ത. നോക്കാം. സൈബർ തട്ടിപ്പ്, സിം കാർഡുകളും ഫോണുകളും ബ്ലോക്ക് ചെയ്തു എന്നതാണ് മലയാള മനോരമയുടെ ലീഡ് വാർത്ത. 1.5 കോടി നമ്പർ റദ്ദാക്കി എന്ന്. റദ്ദാക്കി 1.5 കോടി നമ്പർ എന്നാണ് അവരുടെ വാചകം. ഒരു വർഷം കേരളത്തിൽ റദ്ദാക്കിയത് 69,730 വ്യാജ മൊബൈൽ കണക്ഷനുകൾ. ജിക്കു വർഗീസ് ജേക്കബ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ന്യൂഡൽഹി. ഒരു വർഷം കേന്ദ്ര ടെലികോം വകുപ്പ് രാജ്യത്ത് റദ്ദാക്കിയത് 1.58 കോടി തട്ടിപ്പ് മൊബൈൽ കണക്ഷനുകൾ. വ്യാജരേഖ നൽകിയെടുത്ത സിം കാർഡുകൾ, സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട കണക്ഷനുകളടക്കം ഇതിൽ ഉൾപ്പെടും. 2023 മെയ് 13 മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണിത്. വ്യാജരേഖ നൽകിയതിൻ്റെ പേരിൽ കേരളത്തിൽ 69,730 സിം കാർഡുകളാണ് ഈ കാലയളവിൽ ബ്ലോക്ക് ചെയ്തത്. സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട 1.86 ലക്ഷം മൊബൈൽ ഫോണുകളും രാജ്യമാകെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. IMEI നമ്പർ വിലക്കിയതിനാൽ ഈ ഫോണുകളിൽ ഇനി സിം കാർഡ് ഉപയോഗിക്കാനാവില്ല. കേന്ദ്രത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വ്യാജ സിം കാർഡ് വേട്ട അസ്ത്ര വഴിയാണ് ഏറ്റവും അധികം തട്ടിപ്പ് സിം കാർഡുകൾ റദ്ദാക്കപ്പെട്ടത്. 63.46 ലക്ഷം. ഒരേ വ്യക്തി പലതരത്തിലുള്ള വ്യാജ വിവരങ്ങളും രേഖകളും നൽകി വാങ്ങിയ സിം കാർഡുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്നത്. സിം കാർഡ് എടുക്കാനായി ഉപയോക്താക്കൾ ടെലികോം കമ്പനികൾക്ക് നൽകുന്ന ചിത്രങ്ങളിൽ സാമ്യമുള്ളവ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യും. അവയുടെ KYC രേഖകളും ഒത്തുനോക്കി വ്യത്യാസങ്ങൾ പരിശോധിക്കും. അവയുടെ KYC രേഖകളും ഒത്തുനോക്കി വ്യത്യാസങ്ങൾ കണ്ടെത്തും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇവ റദ്ദാക്കും. സഞ്ചാർ സാധി പോർട്ടൽ വഴിയാണ് ടെലികോം വകുപ്പ് നടപടികൾ ഏകോപിപ്പിച്ചത്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ സഞ്ചാർ സാധി എന്ന വെബ്സൈറ്റിലും നൽകിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരിൽ തട്ടിപ്പ്, 577 വാട്സപ്പ് നമ്പറുകൾ റദ്ദാക്കി എന്നൊരു വാർത്തയും ഇതിനോടനുബന്ധമായി മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അത് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന +92 നമ്പറിൽ തുടങ്ങുന്ന നമ്പറിൽ നിന്ന് വിളിച്ച് സൈബർ തട്ടിപ്പ് നടത്തിയ 577 വാട്സാപ്പ് അക്കൗണ്ടുകൾ റദ്ദാക്കി. ഇല്ലാത്ത പാഴ്സലിൻ്റെ പേരിൽ കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും പേരിൽ നടത്തുന്ന മൊബൈൽ കോൾ തട്ടിപ്പ്, മൊബൈൽ കണക്ഷൻ 2 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ചതാണ് ഈ അക്കൗണ്ടുകൾ. തട്ടിപ്പ് കോളുകളുടെയും മെസ്സേജുകളുടെയും പേരിൽ ചക്ഷു എന്ന പോർട്ടൽ വഴി ജനങ്ങൾ റിപ്പോർട്ട് ചെയ്ത 8,272 കണക്ഷനുകൾ വിച്ഛേദിച്ചു. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും പൊതുജനങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്യാനായി മാർച്ചിലാണ് ചക്ഷു എന്ന സംവിധാനം ആരംഭിച്ചത്. അതിൻ്റെയും വെബ്സൈറ്റ് നമ്പർ നൽകിയിട്ടുണ്ട്. ഗുണ്ടകളെ നിയന്ത്രിക്കുന്നില്ല എന്ന കാര്യത്തിൽ കമ്മീഷണർമാരെ വിമർശിച്ച് DGP എന്നൊരു വാർത്തയും മനോരമയുടെ 1-ാം പേജിലുണ്ട്. തിരുവനന്തപുരം. ഗുണ്ടാവേട്ടയ്ക്കായി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർമാർ, കോഴിക്കോട് റൂറൽ SP എന്നിവർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ വിമർശനം. വൻ നഗരങ്ങളിൽ ഗുണ്ടാവേട്ട കാര്യക്ഷമമല്ലെന്ന് DGP ചൂണ്ടിക്കാട്ടി. ഗുണ്ടകളുടെയും ലഹരി മരുന്നിൻ്റെയും തലസ്ഥാനമായി കൊച്ചി മാറിയെന്നാണ് DGP യോഗത്തിൽ പറഞ്ഞത്. കോഴിക്കോട്ടെ സ്ഥിതിയെക്കുറിച്ച് DGPS ഷെയ്ഖ് ദർവേസ് സാഹിബ് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയുടെ മൂക്കിൽ ശസ്ത്രക്രിയ നടത്തി പ്രശ്നമുണ്ടായി എന്ന് കമ്മീഷണർ മറുപടി പറഞ്ഞത് DGPയെ ചൊടിപ്പിച്ചു. കോഴിക്കോട്ടെ സ്ഥിതിയെക്കുറിച്ച് DGPS ഷെയ്ഖ് ദർവേസ് സാഹിബ് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയുടെ മൂക്കിൽ ശസ്ത്രക്രിയ നടത്തി പ്രശ്നമുണ്ടായി എന്ന് കമ്മീഷണർ മറുപടി പറഞ്ഞത് DGPയെ ചൊടിപ്പിച്ചു. കൊച്ചി, തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് DGP പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും അധികം ഗുണ്ടകൾ തമ്പടിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. ലഹരി കച്ചവടവും ഉപയോഗവും അവിടെ വ്യാപകമാണ്. തലസ്ഥാനത്ത് ഗുണ്ടകളുടെ നിയന്ത്രണത്തിൽ മണ്ണുമാഫിയ സജീവമാണ്. കാര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് കർശന നടപടി സ്വീകരിക്കണമെന്ന് DGP നിർദ്ദേശിച്ചു. ആലപ്പുഴ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവികൾ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. DGP സംസാരിക്കുമ്പോൾ 2 SPമാർ ക്യാമറ ഓഫ് ചെയ്തതും DGPയെ ക്ഷുഭിതനാക്കി. തിങ്കളാഴ്ച SPമാരുടെ ഓൺലൈൻ യോഗം വീണ്ടും ചേരും.
ഓൺലൈൻ യോഗത്തിൽ അങ്ങനെയൊരു സൗകര്യമുണ്ടല്ലോ, ക്യാമറ ഓഫ് ചെയ്യാം, അപ്പോൾ പിന്നെ കാണണ്ട. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഓരോ ദിനവും വിലപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതി ഹൈക്കോടതികളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഒരു ജാമ്യാപേക്ഷ 41 തവണ മാറ്റിയ കേസിലാണ് സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞത്. ന്യൂഡൽഹി: വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഡൽഹി എക്സൈസ് നയ അഴിമതി കേസിലെ പ്രതിയും മദ്യ വ്യവസായിയുമായ അമൻദീപ് ധല്ലിൻ്റെ ജാമ്യാപേക്ഷ 41 തവണ ഹൈക്കോടതി മാറ്റിവെച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം. 11 മാസത്തിനിടെ 40 തവണ അമൻദീപിൻ്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു. 41ാം തവണ എത്തിയപ്പോൾ വേനലവധിക്ക് ശേഷമേ പരിഗണിക്കൂ എന്ന് വ്യക്തമാക്കിയതോടെയാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. സ്ഥിര ജാമ്യം തേടിയുള്ള ഒരാളുടെ ഹർജി 11 മാസത്തോളം മാറ്റിവെക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമെന്ന അയാളുടെ വിലപ്പെട്ട അവകാശം ഇല്ലാതാക്കുമെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ജഡ്ജിമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവർ വേനലവധിക്ക് പിരിയുന്നതിന് മുൻപ് ഹർജിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹി ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. ഡൽഹി സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയവുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയെന്നാണ് അമൻദീപ് അടക്കം വ്യവസായികൾക്കെതിരെ ഉയർന്ന ആരോപണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാംഗം സഞ്ജയ് സിംഗ്, തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത എന്നിവരടക്കം ഒട്ടേറെ നേതാക്കൾ അറസ്റ്റിലായത് ഈ അഴിമതി കേസിലാണ്. വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട കാറിൽ യുവാവ് മരിച്ച നിലയിൽ. ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഹരിപ്പാടുണ്ടായത്. മലയാള മനോരമ ഇത് 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. 1-ാം പേജ് എന്ന് പറയുമ്പോൾ മലയാള മനോരമയ്ക്ക് ഇന്ന് 2 1-ാം പേജ് ഉണ്ടെന്നും രണ്ടാമത്തെ 1-ാം പേജിലാണെന്നും ഓർക്കണം. ഹരിപ്പാട്: വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ ഉച്ചയ്ക്ക് AC ഓണാക്കി വിശ്രമിക്കാൻ കിടന്ന യുവാവ് മരിച്ച നിലയിൽ. കരുവാറ്റ വടക്ക് ഊട്ടുപറമ്പിന് സമീപം പുത്തൻനിരത്തിൽ വീട്ടിൽ മണിയൻ്റെ മകൻ അനീഷാണ്, 37 വയസ്സുണ്ട്, മരിച്ചത്. കാറിൽ വിശ്രമിക്കുകയായിരുന്ന അനീഷ് ഏറെ സമയം കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നപ്പോഴാണ് ഭാര്യ ദേവിക അന്വേഷിച്ചു ചെന്നത്. കാറിൻ്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അനീഷ് ബോധരഹിതനായി സീറ്റിലിരിക്കുകയായിരുന്നു. ഉടൻ ഹരിപ്പാട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കാറിലെ ഡോർ ഗ്ലാസുകൾ ഉയർത്തിയ നിലയിലായിരുന്നു. എൻജിൻ ഓഫായിരുന്നു. ഉറക്കത്തിനിടയിൽ എൻജിൻ ഓഫായപ്പോൾ കാറിൽ വിഷവാതകം നിറഞ്ഞതാണോ മരണകാരണമെന്ന് സംശയിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഇന്ന് കാർ പരിശോധിക്കും. മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. മകൻ ശിവദത്ത്, ആയിഷ ബീവിയാണ് മാതാവ്. സഹോദരങ്ങൾ അജീഷ്, സോഫിയ. രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോൾ നോട്ടീസ്. നവവധുവിന് ക്രൂരമർദ്ദനം. കോഴിക്കോട്ടെ പന്തിരാങ്കാവിലെ സംഭവമാണ്. രാജ്യം വിടാൻ സഹായിച്ച സുഹൃത്ത് അറസ്റ്റിൽ. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിന് ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി രാഹുൽ P. ഗോപാലിനെ കണ്ടെത്താൻ രാജ്യാന്തര അന്വേഷണ ഏജൻസിയായ ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. രാഹുൽ രാജ്യം വിട്ടെന്ന സൂചന ലഭിച്ചതോടെ തിരച്ചിൽ നോട്ടീസ് ഇറക്കാൻ പോലീസ് ഇന്റർപോളിൻ്റെ സഹായം തേടുകയായിരുന്നു. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായി വധുവിൻ്റെ കുടുംബം ആരോപിച്ചിരുന്നുവെങ്കിലും അവിടെ എത്തിയത് സംബന്ധിച്ച് ഇന്റർപോളിൽ നിന്ന് പോലീസിന് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം രാഹുലിന് ജർമ്മൻ പൗരത്വമുണ്ടെന്ന അമ്മയുടെ വാദം തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. രാഹുലിന് നിലവിൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണുള്ളത്. രാഹുലിനെ ബാംഗ്ലൂരുവിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് മാങ്കാവ് കച്ചേരിക്കുന്ന് കല്യാണി നിലയത്തിൽ രാജേഷിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. മർദ്ദനമേറ്റതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാജേഷും കൂടെ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയും ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിൽ പോലീസ് വീണ്ടും നോട്ടീസ് നൽകും. രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ തന്നെ രാഹുൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നും ഉഷാകുമാരിയും രാജേഷും കൂടെ ഉണ്ടായിരുന്നുവെന്നും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനമേറ്റ പെൺകുട്ടിയെ എറണാകുളത്തെ പറവൂരിലെ വീട്ടിൽ മന്ത്രി R. ബിന്ദു സന്ദർശിച്ചു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ ബോധവൽക്കരണവും കർക്കശമായ നടപടികളും വേണമെന്ന് മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിനിടെ കനയ്യകുമാറിനെ കയ്യേറ്റം ചെയ്തു. ഡൽഹിയിലാണ് കനയ്യകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന് നേരെ ആക്രമണം. നന്ദ്ഗരിയിൽ വെച്ചാണ് സംഭവം. പൂമാല അണിയിക്കാനെത്തിയതെന്ന് വ്യാജേനെത്തിയ സംഘം കനയ്യയെയും സംഘത്തെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു. കനയ്യയുടെ ഒപ്പമുണ്ടായിരുന്നവർ ആക്രമണം തടയാൻ ശ്രമിച്ചു. ഒപ്പമുണ്ടായിരുന്ന ആം ആദ്മി വനിതാ കൗൺസിലർ ഛായ ഗൗരവ് ശർമ്മയുടെ ആക്രമികൾ അപമര്യാദയായി പെരുമാറിയെന്നും പരാതിയുണ്ട്. കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. BJP സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ അനുയായികളാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഛായയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഘത്തിലുള്ളവർ കറുത്ത മഷി എറിയുന്നതും വീഡിയോയിലുണ്ട്. കയ്യേറ്റം തുടങ്ങുന്നതിന് മുൻപേ കനയ്യയെ ഇപ്പോൾ ആക്രമിക്കുമെന്ന് ഒരാൾ പറയുന്നത് കേൾക്കാം. ദൂരദർശനിലും ആകാശവാണിയിലും പ്രതിപക്ഷത്തിന് എഡിറ്റിംഗ്. നേതാക്കളുടെ പ്രസംഗത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞതുൾപ്പെടെയുള്ള വാചകങ്ങളും വാക്കുകളും വെട്ടിമാറ്റി. ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, മുസ്ലിം എന്നിവയടക്കമുള്ള വാക്കുകൾ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും വെട്ടിമാറ്റി. പ്രസംഗത്തിൽ പല ഭാഗങ്ങളും നീക്കി എന്ന് കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി D. ദേവരാജനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദൂരദർശൻ ഡയറക്ടർ ജനറലെയും സമീപിച്ചു. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ദൂരദർശനിലും ആകാശവാണിയിലും രാഷ്ട്രീയ പ്രസംഗം നടത്താൻ സമയം അനുവദിക്കാറുണ്ട്. ഇത്തരത്തിൽ നൽകിയ പ്രസംഗങ്ങളിൽ എഡിറ്റിംഗ് നടത്തിയെന്നാണ് ആരോപണം. തൻ്റെ പ്രസംഗത്തിലെ വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ എന്നീ പരാമർശങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതായി യെച്ചൂരി ആരോപിച്ചു. ഭരണത്തിലെ പാപ്പരത്തരം എന്നതിന് പകരം ഭരണത്തിലെ പരാജയം എന്ന വാക്ക് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് വോട്ടുകളുമായി ബന്ധപ്പെട്ട പരാമർശത്തിലെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ലാഭത്തിൻ്റെ പലമടങ്ങ് തുക സംഭാവനയായി നൽകി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വാചകം പൂർണ്ണമായി നീക്കി. കൊൽക്കത്തയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത പ്രഭാഷണത്തിൽ മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് ദേവരാജൻ്റെ ആരോപണം. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പരാമർശത്തിലാണ് മുസ്ലിം നീക്കാൻ ആവശ്യപ്പെട്ടത്. പകരം പ്രത്യേക സമൂഹങ്ങൾ എന്ന് മാറ്റി. കഴിഞ്ഞ മാസമാണ് ഇരുവരുടെയും പ്രഭാഷണങ്ങൾ ദൂരദർശനും ആകാശവാണിയും സംപ്രേഷണം ചെയ്തത്. ഡൽഹിയിലുള്ള ഹിന്ദിയിലുള്ള പ്രഭാഷണത്തിൽ മാറ്റം വരുത്തിയില്ലെന്നും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലാണ് എഡിറ്റിംഗ് നടന്നതെന്നും യെച്ചൂരി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് മുഖ്യമന്ത്രിമാരുടെ ഉൾപ്പെടെ പ്രഭാഷണം ഇത്തരത്തിൽ പരിഷ്കരിക്കാറുണ്ടെന്നുമാണ് പ്രസാർ ഭാരതിയുടെ വിശദീകരണം. മറ്റു രാജ്യങ്ങൾ മതജാതി വിഭാഗങ്ങൾ എന്നിവർക്കെതിരെ വിമർശനങ്ങൾ പാടില്ലെന്നും കോടതിയലക്ഷ്യമുണ്ടാക്കുന്നതോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതായ പരാമർശങ്ങൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അതിൻ്റെ മറവിലാണ് പ്രതിപക്ഷത്തെ നേതാക്കളുടെ പ്രസംഗങ്ങൾ ദേശീയ മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. ഉപഭോക്തൃ സുപ്രീം കോടതിയുടെ സുപ്രധാന ഒരു പരാമർശമുണ്ടായിട്ടുണ്ട്. അത് മരുന്നിൻ്റെ ഗുണനിലവാരം അറിയുക ഉപഭോക്താവിൻ്റെ മൗലികാവകാശമാണ് എന്നതാണ്. പരസ്യം നൽകുന്നതിന് മുൻപ് സത്യവാങ്മൂലം നൽകണം. തെറ്റിദ്ധരിപ്പിച്ചാൽ കൈയോടെ നടപടി. ന്യൂഡൽഹി. മരുന്നടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഉപഭോക്താവിൻ്റെ അവകാശം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ ഏറുന്നതും അതേക്കുറിച്ചുള്ള പരാതികൾക്ക് പരിഹാരമില്ലാതെ പോകുന്നതും സൂചിപ്പിച്ചുകൊണ്ടാണ് പരാമർശം. ഉൽപ്പാദകരും സേവനദാതാക്കളും പരസ്യം നൽകുന്നവരും പരസ്യ ഏജൻസികളും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ ഗുണനിലവാരം വാങ്ങുന്നവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടെന്ന് കോടതി വിശദീകരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പതഞ്ജലി ആയുർവേദ കേസുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റു വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജിമാരായ ഹിമ കോലി, അമാനുള്ള എന്നിവരുടെ സുപ്രധാന നിരീക്ഷണം. ഈ കാര്യങ്ങളിൽ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ നിന്ന് നിലവിൽ ഫലപ്രദമായ സംവിധാനമില്ലെന്ന് നിരീക്ഷിച്ച ബെഞ്ച് അതുവരെ നടപ്പാക്കാൻ കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഇക്കാര്യത്തിൽ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് നിലവിൽ ഫലപ്രദമായ സംവിധാനമില്ലെന്ന് നിരീക്ഷിച്ച ബെഞ്ച് അതുവരെ നടപ്പാക്കാൻ കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതുവരെ എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ സംവിധാനം ഉണ്ടാക്കുന്നവരെ ആയിരിക്കാം. ആ നിർദ്ദേശങ്ങൾ ഇതാണ്: പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പരസ്യം നൽകുന്നവരോ ഏജൻസിയോ സത്യവാങ്മൂലം നൽകണം. അതില്ലാതെ പരസ്യം പ്രസിദ്ധീകരിക്കാനാകില്ലെന്ന വ്യവസ്ഥയും തങ്ങളുടെ സവിശേഷാധികാരം ഉപയോഗിച്ച് കോടതി നിർദ്ദേശിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്ക് കാക്കാതെ നടപടിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ കാര്യത്തിൽ അത് നൽകുന്നവർക്കും സെലിബ്രിറ്റികൾക്കടക്കം അതിനെ ശരിവെക്കുന്നവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഉപഭോക്താക്കളുടെ വിശ്വാസവും അറിവില്ലായ്മയും പരിചയമില്ലായ്മയും ചൂഷണം ചെയ്യുന്നില്ലെന്ന് പരസ്യം നൽകുന്നവരും ഏജൻസികളും ഉറപ്പാക്കണം.
ഉപഭോക്താക്കളുടെ പരാതി സ്വീകരിക്കാനുള്ള സംവിധാനം കേന്ദ്ര തലത്തിൽ തന്നെ ഉണ്ടാകണം. കിട്ടുന്ന പരാതികൾ അതത് സംസ്ഥാന അതോറിറ്റികൾക്ക് വെറുതെ കൈമാറിയത് കൊണ്ടായില്ല. പരാതിയിൽ എന്തു സംഭവിച്ചുവെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് പരാതിയിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം ഉപഭോക്താക്കളിൽ അങ്കലാപ്പ് സൃഷ്ടിക്കും. അലോപ്പതി ചികിത്സയ്ക്കെതിരെ പതഞ്ജലി പ്രസിദ്ധീകരിച്ച തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളതാണ് IMAയുടെ ഹർജി. ഹർജിയിലെ വാദത്തിനിടയിലാണ് പതഞ്ജലിക്കും സ്ഥാപകരായ ബാബ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് ബെഞ്ച് കടന്നത്. ഹർജി ജൂലൈ 9 പരിഗണിക്കാനായി മാറ്റി. മെഡിക്കൽ കോളേജിൽ മരിച്ച പെൺകുട്ടിക്ക് വെസ്റ്റ് നൈൽ പനിയെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച പെൺകുട്ടിക്ക് വെസ്റ്റ് നൈൽ പനിയെന്ന് സംശയം. ഈ മാസം 5-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിക്ക് ജപ്പാൻ ജ്വരവും ഡെങ്കിപ്പനിയുമായിരുന്നു സ്ഥിരീകരിച്ചതായി പറയുന്നു. വെസ്റ്റ് നൈൽ പനി സംശയിക്കുന്നതിനാൽ രക്തവും നട്ടലിൽ നിന്നുള്ള സ്രവവും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലയിൽ ഇതുവരെ 7 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. പീഡനമേറ്റ അനാഥ യുവതി 1.5 വർഷം അബോധാവസ്ഥയിൽ. 1.5 വർഷത്തിന് ശേഷം ബോധം വന്നപ്പോൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുന്നമംഗലത്താണ് വാർത്ത. അനാഥ യുവതിയെ സൗഹൃദം നടിച്ച് ഫ്ളാറ്റിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തുകയും മർദ്ദിച്ച് അവശനിലയിലാക്കുകയും ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി മേലങ്ങാടി പാറയിൽ മുഹമ്മദ് ഷാഫി 30 വയസ്സാണ്. പട്ടാമ്പി പരതൂർ മർക്കശ്ശേരി മുഹമ്മദ് ഷബീൽ 28 വയസ്സാണ്. പുണിക്കൽ വല്ലിയിൽ മുഹമ്മദ് ഫൈസൽ 28 വയസ്സാണ്. എന്നിവരാണ് കോഴിക്കോട്, മലപ്പുറം, കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ നിന്ന് പിടിയിലായത്. 2022 ജൂണിലാണ് സംഭവം. ഫോൺ വഴി പരിചയം സ്ഥാപിച്ച പ്രതികൾ തന്ത്രത്തിൽ കുന്നമംഗലം ഒഴയാടിയിലെ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്തു. പീഡനത്തെ തുടർന്ന് യുവതി 1.5 വർഷത്തോളം അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അതിജീവിത ബോധം വീണ്ടെടുത്ത ശേഷമാണ് പോലീസ് വിശദമായി മൊഴിയെടുത്ത് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കുന്നമംഗലം ഇൻസ്പെക്ടർ S. ശ്രീകുമാർ, SI-മാരായ M. സനീദ്, P. സുരേഷ്, സീനിയർ സിവിൽ ഓഫീസർമാരായ V. പ്രശോഭ്, പ്രബോധ്, K. അജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ, ASI P. ലീന എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ശസ്ത്രക്രിയയിലെ പിഴവ്, കുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തു എന്നൊരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച പോലീസ് കുട്ടിയുടെ പിതാവ്, ഉമ്മൂമ്മ എന്നിവരുടെ മൊഴിയെടുത്തു. വ്യാഴാഴ്ച രാത്രി തന്നെ കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതൃ സഹോദരിയുടെയും മൊഴിയെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ KE പ്രേമചന്ദ്രനാണ് അന്വേഷണ ചുമതല. എന്നാൽ അദ്ദേഹം അവധിയിലായതിനാൽ കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ കേസ് ഷീറ്റ്, ഡ്യൂട്ടി രജിസ്റ്റർ, മെഡിക്കൽ രേഖകൾ എന്നിവർ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട അന്വേഷണമായതിനാൽ പോലീസിനെ സഹായിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് DMOക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മെഡിക്കൽ കോളേജ് ASP തിരിച്ചെത്തുന്നതോടെ അന്വേഷണം അദ്ദേഹം ഏറ്റെടുക്കും. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ചെറിയ വേദനയുണ്ടെങ്കിലും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷണം നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് മെഡിക്കൽ കോളേജ് അധികൃതരെ അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് കൈവിരലിന് ചികിത്സ തേടിയെത്തിയ ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയുടെ മകൾക്ക് നാവിന് കെട്ട് ടങ് ടൈ മാറ്റാനായി ശസ്ത്രക്രിയ ചെയ്തത്. സംഭവം വിവാദമായതോടെ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടുകയും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജോബി ജോൺസനെ സസ്പെൻഡ് ചെയ്യുകയും ആയിരുന്നു. കുട്ടി വ്യാഴാഴ്ച തന്നെ ആശുപത്രി വിട്ടു. ഇത്തരം സംഭവങ്ങളിൽ അവകാശ ലംഘനങ്ങളിൽ തളരേണ്ട, നിയമം തുണയ്ക്കും എന്നൊരു വിവരം കൊച്ചിയിൽ നിന്ന് KP പ്രവിത മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം. നിയമം പരിപാലിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച കൂടിയാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഇത്തരത്തിലുള്ള വീഴ്ചകൾക്ക് പരിഹാരം നിയമ സംവിധാനങ്ങൾ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. സർക്കാരിൻ്റെയോ സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരുടെയോ വീഴ്ച, അനാസ്ഥ എന്നിവ കൊണ്ട് വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വ്യക്തിക്കുണ്ടായേക്കാവുന്ന മുഴുവൻ നഷ്ടങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു. നിയമം ഉറപ്പു നൽകുന്ന ഈ പരിരക്ഷയ്ക്ക് ഉദാഹരണമാണ് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ അപമാനിച്ചെന്ന കേസിൽ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന സർക്കാർ വാദം തള്ളി
1,50,000 രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ഹൈക്കോടതി വിധി. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ച കാരണം ജീവൻ നഷ്ടമായ കേസുകളും ആളുമാറി അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം കുറവാണെന്ന് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അഡ്വക്കേറ്റ് ടി ആസഫ് അലി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും ഡോക്ടർക്ക് ശമ്പളം നൽകുന്ന സർക്കാരും പ്രതികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ ചുരുങ്ങിയ ചെലവിൽ 10 കോടി രൂപയെങ്കിലും കുഞ്ഞിന് നഷ്ടപരിഹാരം നൽകണം. സർക്കാരിൻ്റെയോ സർക്കാരിന് കീഴിൽ ഉദ്യോഗസ്ഥരുടെയോ അനാസ കൊണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന മുഴുവൻ നഷ്ടങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണ്. സർക്കാരിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ ക്ഷതം സംഭവിച്ചവർക്ക് അർഹതയുണ്ടെന്ന് ഭരണഘടനയുടെ അനുച്ഛേദനം 21-ാം വകുപ്പ് വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒട്ടേറെ വിധിന്യായങ്ങളുണ്ട്. അവകാശ ലംഘനങ്ങളും അനീതിയും ചൂണ്ടിക്കാട്ടി ഇരകളയക്കുന്ന കത്തുകൾ പോലും നീതിപീഠങ്ങളെ ഹർജിയായി പരിഗണിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പിന്നീട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് ഈടാക്കാനാകും. നിയമം തുണയ്ക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നിയമത്തെ എങ്ങനെ സമീപിക്കുമെന്ന് അതിലില്ല, ആ വാർത്തയിലില്ല. വാർത്തയല്ല, അതൊരു ചെറു ലേഖനമാണ് എന്ന് പറയാം. വാർത്തകളുടെ കൂട്ടത്തിലാണ് വിന്യസിച്ചിട്ടുള്ളതെങ്കിലും. യൂക്കാലി നടാനും വെട്ടാനും പണം വാങ്ങി എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ലീഡ്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് UN ഫണ്ടും കൈപ്പറ്റി KFTC, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് KFTC. കൊല്ലം കാട്ടിനുള്ളിൽ യൂക്കാലി നടാൻ പണം ചെലവഴിക്കുന്ന കേരള വനം വികസന കോർപ്പറേഷൻ KFDC അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കാനും വൻതുക ചെലവിട്ടു. ഇടുക്കി മീശപ്പുലിമലയിലെ 10 ഏക്കർ വനഭൂമിയിലെ യൂക്കാലിയും അക്കേഷ്യയും വെട്ടി നശിപ്പിച്ച് വരയാടുകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്കായി UN ഫണ്ടും കോർപ്പറേഷൻ കൈപ്പറ്റി. കോർപ്പറേഷൻ്റെ കൈവശമുള്ള 500 ഹെക്ടറിലേറെ സ്ഥലത്തെ അധിനിവേശ സസ്യങ്ങൾ മൂടോടെ നശിപ്പിച്ച് സ്വാഭാവിക വനം വെച്ച് പിടിപ്പിക്കണമെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശവും നിലവിലുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും യൂക്കാലി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വനം വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. വനനയപ്രകാരം അക്കേഷ്യ, മാഞ്ചിയം, യൂക്കാലി തോട്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നിരിക്കെ വനവികസന കോർപ്പറേഷൻ ഇത്തരം തോട്ടങ്ങൾ ഇപ്പോഴും പരിപാലിക്കുന്നതും വിവാദമായിരിക്കുകയാണ്. മരം വെട്ടിയ ഭാഗത്തുണ്ടാകുന്ന കുറ്റിച്ചുവട് കിളിർപ്പുകളാണ് പരിപാലിക്കുന്നത്. മുറിച്ച മരങ്ങളുടെ ചുവട്ടിൽ വളരുന്ന കിളിർപ്പുകളിൽ 2 നിലനിർത്തുകയും ബാക്കി മുറിച്ചു മാറ്റുകയുമാണ് രീതി. ഇടവിട്ട് എന്ന് പറയും. 30 ഡിഗ്രി ചെരിവുള്ള വനഭൂമിയിലും നീരുറവകളുടെ 30 മീറ്റർ ചുറ്റളവിലും മരങ്ങൾ മുറിക്കരുതെന്ന നിർദ്ദേശത്തിനും പുല്ലുവിലയാണ്. കാടിനുള്ളിൽ യൂക്കാലി നടന്നതിന് അനുമതി നൽകിയ തീരുമാനത്തിൽ എതിർപ്പുമായി CPI. യൂക്കാലിയും അക്കേഷ്യയും ഭൂഗർഭജലം ഊറ്റിക്കുടിക്കും. ഇപ്പോൾ തന്നെ കാട്ടിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ജലമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വികസന പ്രശ്നമെന്നിരിക്കെ ജലലഭ്യത കുറയുന്നതും ഒരു തീരുമാനവും ചർച്ചയും കൂടാതെ വീണ്ടും വിചാരമില്ലാതെ ജലലഭ്യത കുറയ്ക്കുന്ന ഒരു നടപടിയും എടുക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വനഭൂമിയിൽ യൂക്കാലി നടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് യുവകലാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. തീരുമാനം നിലനിൽപ്പിനാണ് എന്ന് വനമന്ത്രി പറയുന്നുണ്ട്. വനനയം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വനം വികസന കോർപ്പറേഷൻ്റെ വർക്കിംഗ് പദ്ധതി പ്ലാൻ പ്രകാരമാണ് യൂക്കാലി നടാൻ അനുമതി നൽകിയത്. ഇത് മറ്റാർക്കും ബാധകമല്ല. വാണിജ്യാടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന് പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒറ്റ തവണയ്ക്ക് മാത്രമാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് എന്ന് മന്ത്രി പറയുന്നു. അതിനിടയിൽ സോളാറിൽ ഒരു ഒത്തുതീർപ്പ് വിവാദം വന്നിട്ടുണ്ട്. അതാണ് മാധ്യമം പത്രത്തിൻ്റെ ലീഡ് വാർത്ത. ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടെന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ വെളിപ്പെടുത്തൽ. അങ്ങനെയാണ് വാർത്ത ഉരുത്തിരിഞ്ഞു വരുന്നത്. തിരുവനന്തപുരം സോളാർ സമരവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ വെളിപ്പെടുത്തലിൽ പുതിയ രാഷ്ട്രീയ വിവാദം. ഏറെ കൊട്ടിഘോഷിച്ച് തുടങ്ങിയ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കൽ സമരത്തിൽ നിന്ന് CPIM പൊടുന്നനെ പിന്മാറിയത് ഒത്തുതീർപ്പ് ധാരണകളെ തുടർന്നാണെന്ന് മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി. ഇൻവെർട്ടഡ് കോമയിലാണ്. പിണറായി വിജയൻ്റെ വിശ്വസ്തൻ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പ് നീക്കങ്ങൾക്ക് തുടക്കമിട്ട് എന്നെ വിളിച്ചത്. താൻ ഇക്കാര്യം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. തുടർന്നാണ് ഒത്തുതീർപ്പിനും സമരം അവസാനിപ്പിക്കലിനും വഴിയുണ്ടായതെന്നും സോളാർ ഇരുണ്ടപ്പോൾ എന്ന പേരിൽ സമകാലിക മലയാളം വാരികയിൽ എഴുതുന്ന പരമ്പരയിൽ ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്ന് CPIM സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പും രംഗത്തെത്തി. എന്നാൽ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. 2013 ആഗസ്റ്റ് 12 തുടങ്ങിയ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലെത്തിയെന്നും
ഇതിനിടെ സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ച് സർക്കാർ തീരുമാനം സമരക്കാരെ വെട്ടിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നു. ഇത് സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തെ നിരർത്ഥകമാക്കി. ഇത്രയും ദിവസം പ്രവർത്തകരെ തലസ്ഥാനത്ത് പിടിച്ചു നിർത്തുക CPMനെ സംബന്ധിച്ച് ദുഷ്കരമായിരുന്നു. ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൽ നിന്ന്. 2-ാം ദിവസം രാവിലെ 11ഓടെയാണ് ബ്രിട്ടാസിൻ്റെ ഫോൺ കോൾ തനിക്ക് ലഭിക്കുന്നത്. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്നാണ് ബ്രിട്ടാസ് ചോദിച്ചത്. എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് താനും. ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിൻ്റെ ചോദ്യം. ഇക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതെ, ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതി എന്നായി ബ്രിട്ടാസ്. ഈ നിർദ്ദേശം നേതൃതലത്തിലുള്ളതാണെന്ന് താൻ ഉറപ്പുവരുത്തി. ഉമ്മൻചാണ്ടിയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ പാർട്ടി തീരുമാനമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം അറിയിക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു. അങ്ങനെയാണ് ഇടത് പ്രതിനിധികളായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കാണുന്നതും ഒത്തുതീർപ്പിന് വഴിയൊരുങ്ങുന്നതും. വൈകാതെ വാർത്താസമ്മേളനം വെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കിടയിൽ സമരവും പിൻവലിച്ചു. അപ്പോഴും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം തോമസ് ഐസക് അടക്കമുള്ളവർ ഇക്കഥകളൊന്നും അറിഞ്ഞിരുന്നില്ല. ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്നും ലേഖനത്തിൽ വിശദീകരിക്കുന്നു. ഇതിൽ ഉമ്മൻചാണ്ടിയെ കണ്ടത് പാർട്ടിയുടെ അറിവോടെയാണ് എന്ന് ബ്രിട്ടാസ് പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്നാണ് ബ്രിട്ടാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. CPM നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഉമ്മൻചാണ്ടിയെ കണ്ടതെന്നും സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ താൻ ഇടനിലക്കാരനായെന്ന ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ ഭാവന മാത്രമാണെന്നും ജോൺ ബ്രിട്ടാസ് MP. അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെട്ടത്. കൈരളിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് തിരുവഞ്ചൂർ വിളിച്ചത്. ചെറിയാൻ ഫിലിപ്പുമായി സംസാരിച്ച ശേഷം ഫോൺ എനിക്ക് തന്നു. അതിനുശേഷം തിരുവഞ്ചൂരിനെ നേരിൽ കണ്ടു. ഏതു തരത്തിലുള്ള ഒത്തുതീർപ്പിനും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും തയ്യാറാണെന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അറിയിക്കണമെന്നുമാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. ചെറിയാൻ ഫിലിപ്പിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചയിൽ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യങ്ങൾ CPM നേതൃത്വത്തെ അറിയിച്ചു. ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്നുള്ള നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചത്. തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടത്. ഈ ചർച്ചയിൽ PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി വിമുഖത കാണിച്ചു. എന്നാൽ പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. CPM ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായതെന്നും ബ്രിട്ടാസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതിനൊക്കെ ഇടയിൽ കടന്നൽ കുത്തേറ്റു +2 വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട്. തളിക്കുളം തൃശ്ശൂരിലാണ്. ജലസംഭരണി വൃത്തിയാക്കാൻ കയറിയ +2 വിദ്യാർത്ഥി കടന്നൽ കുത്തേറ്റ് മരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരൻ്റെയും തമ്പാൻകടവ് മാനങ്കത്ത് മുരളീധരൻ്റെയും മകൻ അനന്തകൃഷ്ണനാണ് മരിച്ചത്. 16 വയസ്സാണ്. എങ്കണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിന് മുകളിലെ ജലസംഭരണി വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിൻ്റെ ആക്രമണമുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. സഹോദരൻ ആകാശ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം. നന്ദി.